അസ്സലാമു അലൈക്കും. ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും ഖുർആൻ മനഃപ്പാടമാക്കിയ മഹ്മൂദ് ലഫ്ന്ദി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കൾക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് സുഹ്റ. മഹ്മൂദ് ലഫ്ദിയുമായി സുഹ്റയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം നായാട്ടിനായി മഹ്മൂദ് ലഫ്ദി ദേഹത്തെ എണ്ണ തേച്ച് കൊട്ടാരമട്ടുപ്പാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദ് ലഫ്ദിയുടെ അതരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദ് ലഫ്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരങ്ങളും നൽകുന്നവനും എടുക്കുന്നവനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലി ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹാരാജാവ് തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഇടതൂർന്ന് നിൽക്കുന്ന കാട്ടിലേക്ക് ഓടിപ്പോയി. പുറകെ മഹ്മൂദ് ലഫ്ദി കുതിരപ്പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദ് ലഫ്ദി പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സുഹ്റയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹ്റയുടെ വിവാഹഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി, ആളെവിടെ, 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുകയും. ഭടന്മാർ നാടാകെ തിരഞ്ഞു. പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്നവർ കാട് കയറി. പോകുന്ന വഴിക്ക് അവരൊരു സാധനം കിടക്കുന്നതുണ്ട്. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാൾ ദേഹത്തെ എണ്ണ തേച്ച് പാറപ്പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി അവർ മഹ്മൂദ് ലഫ്ദിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ നടത്തി. 2 കൈയും വെട്ടിമാറ്റി. വേദന കൊണ്ട് മധുരമൂറും സ്വരത്തിൽ തടവറയിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ് മഹ്മൂദ് ലഫ്ദി. അതിലാകൃഷ്ടയായ സുഹ്റ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി കിട്ടുവാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ആലിമ്രാനിൽ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതനായി നിർത്തി വീണു. കാര്യം അന്വേഷിച്ചു പോയല്ലേ അത് മഹ്മൂദ് ലഫ്ദിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു കള്ളനെ താൻ ഭർത്താവായി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സുഹ്റ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം അദ്ദേഹത്തെ തൻ്റെ ഭർത്താവായി കിട്ടുവാൻ വാശി പിടിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിൻ്റെ വണ്ണമോർത്ത് മനമൊരുകി പശ്ചാത്തപിക്കുകയാണ് മഹ്മൂദ് ലഫ്ദി. അന്ന് ഉറങ്ങുമ്പോൾ അതാ മുത്തുനബി സ്വപ്നത്തിൽ വരുന്നു. മുത്തുനബിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം മഹ്മൂദ് ലഫ്ദി പറഞ്ഞു. മുത്തുനബി മഹ്മൂദ് ലഫ്ദിയോട് തൻ്റെ 2 കരങ്ങളും നീട്ടുവാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റതും മഹ്മൂദ് ലഫ്ദിയുടെ 2 കരങ്ങളും പഴയ രൂപത്തിലായി. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അങ്ങനെ പിറ്റേന്ന് കൊട്ടാരമാകെ ഈ വാർത്ത പടർന്നു. അത് മഹ്മൂദ് ലഫ്ദിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. രാജൻ, അങ്ങ് എന്നോടല്ല തെറ്റ് ചെയ്തത്, അതും ആരും അറിയാതെ. ഞാൻ എൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. കൂട്ടുകാരെ, അള്ളാഹു വിചാരിച്ചാൽ ഏതൊരു കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുഭം. ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.